എന്താണ് കൗൺസിലിംഗ്? നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളും പ്രശ്നങ്ങളും സുരക്ഷിതമായി പറയാൻ കഴിയുന്ന ഒരു കോൺഫിഡൻഷ്യൽ സ്പേസിനെയാണ് കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത്. കൗൺസിലിങ്ങിനെ കുറിച്ച് ധാരാളം മിഥ്യാധാരണകൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒരു കൗൺസിലിംഗ് നിർദ്ദേശിക്കുകയാണെങ്കിൽ അതിന് നിനക്ക് മാനസിക രോഗമൊന്നും ഇല്ലല്ലോ എന്നുള്ള മറുപടിയാണ് അവർ നേരിടേണ്ടി വരുന്നത്. മാത്രമല്ല, പല പ്രശ്നങ്ങളുമായി കൗൺസിലറെ സമീപിക്കുന്ന ഒരു വ്യക്തി ഒറ്റ സിറ്റിങ്ങിൽ തന്നെ തൻ്റെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു മാന്ത്രികനാണ് കൗൺസിലർ എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. കൂടാതെ കൗൺസിലിംഗ് എന്നത് കേവലം അഡ്വൈസ് മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. കൗൺസിലിംഗ് എന്നത് ഒരിക്കലും ഒരു മാനസിക രോഗത്തിനുള്ള ചികിത്സയല്ല. ഇതൊരു ശാക്തീകരണ പ്രക്രിയയാണ്. ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ നടത്തുന്ന ഇടപെടലിനെയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പരിശീലനം ലഭിച്ച ഒരു വ്യക്തി തൻ്റെ മുന്നിലിരിക്കുന്ന പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയെ സഹായിക്കുന്ന ഒരു പ്രോസസ്സാണിത്. അതിലൂടെ ആ പ്രശ്നത്തിനുള്ള വ്യത്യസ്തമായ പരിഹാര മാർഗങ്ങൾ ആ വ്യക്തിയെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കാനും അനുയോജ്യമായ തിരഞ്ഞെടുക്കാനും ആ വ്യക്തിയെ പ്രാപ്തനാക്കുന്നു. അതിലൂടെ ആ തിരഞ്ഞെടുത്ത പരിഹാര മാർഗം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കാനും സാധിക്കുന്നു. ഇൻഡിവിജ്വൽ കൗൺസിലിംഗ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ്, പ്രീമാരിറ്റൽ കൗൺസിലിംഗ് തുടങ്ങി പലതരത്തിലുള്ള കൗൺസിലിങ്ങുകളുണ്ട്. ഇനി നിങ്ങളുടെ ആവശ്യം ഇതൊന്നും അല്ലെങ്കിൽ കൂടിയും ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയും നിങ്ങൾക്കൊരു കൗൺസിലറെ സമീപിക്കാവുന്നതാണ്.